അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള മാത്തൂർ പഞ്ചായത്തിലാണ് കേട്ടോ. മാത്തൂർ പഞ്ചായത്ത് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 5.80 സെൻറ്റ്, അതായത് 6 സെൻറ്റിൽ ഒരു പൊട്ട് കുറവായിട്ടുള്ള 5.80 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു 2-3 വാഹനങ്ങളൊക്കെ നിർത്താനുള്ള കാർ പാർക്കിങ്ങുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ വെല്ലുണ്ട്. മെയിനായിട്ട് പറയാനാണെങ്കിൽ നമുക്കൊരു 7 മീറ്ററിൻ്റെ റോഡ് ആക്സസ് ഉണ്ട്. 2 സൈഡിൽ നമുക്ക് ഡ്രൈനേജ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസും ക്യാമറാസും എല്ലാം ഉള്ള നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. ഇത് മാത്തൂർ പഞ്ചായത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് 4 വർഷം മാത്രമാണ് പഴക്കമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില നമുക്ക് നെഗോസിയേഷനും ചെയ്ത് സംസാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക, പ്രോപ്പർട്ടി കാണുക, ഡയറക്റ്റ് ഓണറുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് വിലയും കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്ത് നല്ലൊരു വിലയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, മൊത്തം നമുക്കൊരു 7 മീറ്റർ റോഡാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് 2 സൈഡും ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡും ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഡ്രൈനേജ് കൊടുത്തിട്ട് ഈ കാണുന്ന നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഇതാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്ന പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് കേട്ടോ. ഏകദേശം നമുക്കൊരു 5.60 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫ്രണ്ടേജ് ആയിട്ട് കണ്ടോ ഈ ഒരു പോർഷൻ വരെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഏകദേശം ഒരു 12 മീറ്ററോളം നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടേജ് ആയിട്ട് നമുക്കൊരു കാർ പോർച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 വാഹനങ്ങൾ അല്ലാതെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കാണിക്കുകയാണെങ്കിൽ കണ്ടോ, മുഴുവനായിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോർണർ പോർഷനിലായിട്ടുള്ള നല്ലൊരു മോഡേൺ രീതിയിലുള്ള ഒരു വിൻഡോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തൊരു ഓപ്പൺ കിണറിൻ്റെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഓപ്പൺ കിണർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും അത്യാവശ്യം നമുക്ക് നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണോ ഈ റോഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടേജുള്ള ആ റോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഒരു ക്രാക്കോ പൊട്ടലോ പെയിൻറ്റ് ഡിമ്മാവോ ഒന്നും ചെയ്യാത്ത നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഹൈ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്നതും കൂടിയാണ്. അതുപോലെ തന്നെ മൊത്തം നമുക്ക് ഇതുണ്ടോ ആ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ടോ, മൊത്തം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള എല്ലാവർക്കുള്ള വാട്ടർ കണക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഓപ്പൺ വെല്ല് തന്നെ ധാരാളമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീടിന് അകത്തേക്ക് കയറുകയാണെങ്കിൽ നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന് നേരെ നമ്മളൊരു ലിവിങ് ഹാളിലേക്കാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. മൊത്തം മരത്തിൻ്റെയാണ് നമ്മൾ വുഡ് കൊണ്ടാണ് നമ്മൾ കട്ടിള, വാതിൽ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കയറുന്ന സമയത്ത് ഒരു ലിവിങ് ഹാളാണ് കേട്ടോ. അത് നമുക്ക് പുതിയൊരു വീടാണ്. ഏകദേശം ഒരു 4 വർഷം താഴെ മാത്രമാണ് ഇത് പഴക്കം വരുന്നത്. പക്ഷെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. സൈഡിലൊക്കെ തന്നെ നല്ല വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലിവിങ് ഹാൾ കഴിഞ്ഞാൽ നേരെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 10 ആൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് സ്പേസാണ്. ആ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് നമുക്ക് അപ്പ് സ്റ്റെയറും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്കൊരു ബെഡ്റൂം സ്പേസാണ് കേട്ടോ. ബെഡ്റൂം തന്നെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടോ 3 സൈഡിലും നല്ല വിൻഡോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഇതിലും ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് 12x12 സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസാണ് എല്ലാം. ഒരു കട്ടിലും അലമാരയൊക്കെ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂമുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതോ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ. ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാക്കി നീറ്റാക്കി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് കഴിഞ്ഞ് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്ത് നമുക്ക് 2 ബെഡ്റൂം സ്പേസാണ് വരുന്നത്. കണ്ടോ, ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു 12x12 ഒരു ബെഡ്റൂം സ്പേസാണ്. ഒരു ക്രാക്കോ അല്ലെങ്കിൽ വേറെ പെയിൻറ്റ് ഷെയ്ഡാവുക കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ശരിക്കും താമസിക്കണമെങ്കിൽ കയറി വന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കുക, താമസിക്കുക മാത്രം ചെയ്താൽ മതി. വേറെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനായിട്ടില്ല കേട്ടോ. ഇതും 12x12 സൈസ് വരുന്നത്. ഇതിനകത്ത് ഒരു
ടോയ്ലറ്റ് വരുന്നുണ്ട്. ഒരു ഡ്രസ്സിങ് റൂമൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാവുന്ന കൂടിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ്. അത്യാവശ്യം നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലുക്കിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ എല്ലാം തന്നെ നമുക്ക് വുഡും കൊണ്ടും കാര്യങ്ങളും കൊണ്ടാണ് ഡോറും കട്ടിലും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് താഴെ പിന്നെ വരുന്നത് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോവുകയാണെങ്കിൽ നമുക്കൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ. ഇതിനകത്തും അതുപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളും കൊടുത്ത് നല്ല പുതിയ മോഡേൺ ആയ രീതിയിലുള്ള ഫ്രെയിം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗത്ത് ഫാബ്രിക്കേഷൻ വർക്ക് കൊണ്ടാണ് നമുക്ക് വിൻഡോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ചെറിയ കബോർഡ് വർക്കോ കാര്യങ്ങളോ മാത്രമേ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ, ബാക്കി എല്ലാം ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ലതാണല്ലോ, അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഏരിയയുടെ പോർഷനാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു സിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കണ്ടോ പുറത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഒഴിഞ്ഞൊരു പ്രദേശമാണ്, കാരണം രണ്ട് സൈഡ് നമുക്ക് റോഡ് ആക്സസ് ഒക്കെ വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ബാക്കിൽ കിണറുണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്സ്റ്റെയർ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല വൈറ്റ് ഗ്രാനൈറ്റ് ടൈപ്പിലുള്ള നല്ല മോഡേൺ രീതിയിലുള്ള ടൈലും കാര്യങ്ങളാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടോ അത്യാവശ്യം നല്ല ഒരു വെന്റിലേഷനൊക്കെ കിട്ടാനായിട്ടുള്ളൊരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ കയറുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് ഒരു ലിവിങ് ഹാൾ പോലത്തെ ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളും പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ വന്നിട്ട് നമുക്കൊരു ബെഡ്റൂം സ്പേസാണ് മുകളിൽ വരുന്നത് കണ്ടോ. ഇതും സെയിം താഴത്ത് കണ്ട അതേപോലെ തന്നെ ഒരു 12x12 സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസാണ് കേട്ടോ. കണ്ടോ ഇവിടെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിൽ റോഡ് ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തൊക്കെ ഒരുപാട് കണ്ടോ, അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് മുകളിൽ നമുക്ക് അതുപോലെ തന്നെ 3 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 3 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു മോഡേൺ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് കഴിയുമ്പോൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയുടെ സ്പേസാണ് കേട്ടോ. കണ്ടോ നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. കണ്ടോ അടുത്തൊക്കെ നല്ല വീടുകളുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. കണ്ടോ നല്ല വീടുകളും കാര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഇതാണ്ടോ ഈ കാണുന്നുണ്ട് ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് വാഹനങ്ങൾ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. അതായത് ബസ് സർവീസും കാര്യങ്ങളൊക്കെ പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഈ എൻഡ് വരെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോർഷനിൽ നമുക്ക് റോഡ് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു 3-4 കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇതുവരെ നമുക്ക് ഒരു ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഒരു 3-4 കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്നൊരു സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ മൊത്തം റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് നമുക്ക് റൂഫ് കൊണ്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. ഓൾറെഡി താമസം ഉള്ളതാണ്. അതുപോലെ തന്നെ കണ്ടോ പാരപ്പറ്റൊക്കെ നല്ല കുറച്ചുകൂടി ഹൈറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കണ്ടോ. പിന്നെ മുകളിലേക്ക് നമുക്ക് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കയറാനുള്ള ഒരു സ്റ്റെപ്പും സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ശരിക്കും അത് അവിടെ നിന്ന് തൊട്ടി ഇങ്ങനെ ഈ ഒരു റോഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. 5.80 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് 4 വർഷം മാത്രമാണ് പഴക്കമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില നമുക്ക് നെഗോസിയേഷനും ചെയ്ത് സംസാരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക, പ്രോപ്പർട്ടി കാണുക, ഡയറക്റ്റ് ഓണറുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് വിലയും കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്ത് നല്ലൊരു വിലയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്.